ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പഞ്ചാരപ്പാറ്റ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് 250 ml ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. കഴുകിയതാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 3 മണിക്കൂർ വെള്ളത്തിൽ കടന്ന് കുതിർന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് പഞ്ചാരപ്പാറ്റ റെഡിയാക്കാം. അതോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരി നന്നായി കുതിർന്ന് വരട്ടെ. അതോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം നന്നായി ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇനി അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരി ഞാൻ ഈ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ബീറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തെറിക്കും വിചാരിച്ചിട്ടാണ് അരി അരച്ചത് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ്. ഇനി അതിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. 3 മുട്ടയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുട്ടയും അരി അരച്ചതും നന്നായി ഹൈ ഫ്ലെയിമിലിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴുള്ളൂ നമുക്ക് നന്നായി ആ മുട്ടയുടെ പത കിട്ടുക. മുകളിലേക്ക് ഇങ്ങനെ പത വരുന്നത് കണ്ടില്ലേ? ഈ പതയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ആ പത ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ബീറ്റ് ചെയ്യണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോഴാണ് നമുക്ക് പത കൂടുതലായും കിട്ടുക. നന്നായി ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഇതുപോലെയുള്ള ഈ പതയാണ് നമുക്ക് ആവശ്യം പഞ്ചാരപ്പാറ്റ ഉണ്ടാക്കാൻ. ഇനി ഈ പത കോരി മാറ്റാം. ഒരു കയ്യിൽ വെച്ചിട്ട് മുകളിൽ നിന്നും ആ ബബിൾസ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. മുഴുവൻ പതയും അതുപോലെ കോരി മാറ്റാം. മുഴുവനും കോരി മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യുക. വീണ്ടും ഇതുപോലെ പത കോരി എടുക്കുക. അങ്ങനെയാണ് പഞ്ചാരപ്പാറ്റ ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കുന്നത്. ബബിൾസ് മാത്രം നമ്മൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും ബീറ്റ് ചെയ്യട്ടെ. നന്നായി ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്.
വീണ്ടും പതങ്ങനെ മുകളിലേക്ക് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ പത മുകളിലേക്ക് ഇങ്ങനെ വരുന്നത്. ഒറ്റ പ്രാവശ്യം ചെയ്താൽ നമുക്ക് പത കൂടുതൽ കിട്ടില്ല. വീണ്ടും വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. ഇനി വീണ്ടും ആ പത കോരിയെടുക്കുകയാണ്. ഇനി ഈ പത പാത്രത്തിലേക്ക് നേരത്തെ ചെയ്ത പോലെ കോരിയെടുക്കട്ടെ. ഈ ബബിൾസാണ് നമ്മൾ പഞ്ചാരപ്പാറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും പതയാണ് കിട്ടിയത്. ഇനി വീണ്ടും ബീറ്റ് ചെയ്യണം. പഞ്ചാരപ്പാറ്റ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാലപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി എണ്ണ നന്നായി ചൂടായി വരട്ടെ, അതോടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുട്ടയുടെ പത ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വട്ടത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നല്ലപോലെ വെന്ത് വരട്ടെ, അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ പഞ്ചാരപ്പാറ്റൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗം ഒരുപോലെ വേവ് റെഡിയാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പഞ്ചാരപ്പാറ്റ ഉണ്ടാക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് പഞ്ചാര ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇത് കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങും പഞ്ചാര. ഇത് കാണുമ്പോൾ ഒരു തേനീച്ചക്കൂടിൻ്റെ ഒക്കെ പോലെയാണ്. ഇങ്ങനെയാണ് പഞ്ചാരപ്പാറ്റ ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാഹ്.